അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കും പെങ്ങളെ. സ്വന്തം മക്കളുടെ മയ്യത്ത് കൊണ്ട് കബറടക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കാൻ കഴിയുമോ? സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ മക്കൾക്കൊരു തലവേദന വന്നാ സഹിക്കാത്ത ഉപ്പാ, ലോകത്തിന്റെ നേതാവിന്റെ 7 മക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ 7 മക്കളുടെ മയ്യത്ത് കൊണ്ടല്ലേ കബറടക്കിയത്. ഒന്നല്ല ചെറുപ്പക്കാരാ, രണ്ടല്ല ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ 7 മക്കളുടെ മയ്യത്തല്ലേ കൊണ്ടുപോയി കബറടക്കിയത്. ബദർ യുദ്ധം കഴിഞ്ഞ് ബദരീങ്ങളെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ബദറിന്റെ രണാങ്കണത്തിൽ 313 സഹാബത്ത് പോരാടി വിജയിച്ച സന്തോഷത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീടിനകത്തേക്ക് കിടക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. ആയിഷാ ബീവി നിന്ന് കരയുകയാണ്. ഭർത്താവ് യുദ്ധം കഴിഞ്ഞ സന്തോഷത്തിൽ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷാ, എന്തിനാ ആയിഷാ കരയുന്നത്? യാ റസൂലല്ലാഹ്, ജന്നത്തിൽ ബഖീയിലേക്കൊന്നും പോ നബിയേ, അങ്ങയുടെ പൊന്നുമോള് റുഖിയായുടെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുന്നു നബിയേ. ബദറിന്റെ രണാങ്കണത്തിൽ വിജയിച്ച സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്ന പ്രവാചകൻ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജന്നത്തിൽ ബഖീയിലേക്ക് ഓടിച്ചെല്ലുമ്പോ തന്റെ പൊന്നുമകൾ റുഖിയ ബീവിയെ കബറിനകത്ത് ഇറക്കി വെച്ചിട്ട് പലകയെടുത്ത് വെച്ചിട്ട് എല്ലാരും മണ്ണ് വാരിയിട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചെല്ലുന്നത് കണ്ടപ്പോ സഹാബത്ത് മുഴുവനും മാറുകയാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, പൊന്നുമോളെ കാണണോ നബിയേ, പൊന്നുമോളെ കാണണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, എന്റെ റുഖിയാനെ എനിക്ക് കാണണ്ട, ഒന്നും കാണാൻ പോലും പറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പിടിമണ്ണ് വാരിയിട്ട് തന്റെ പൊന്നുമോളുടെ കബറിന്റെ മുകളിലിടുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 7 മക്കളെ കബറടക്കിയില്ലേ? 7 മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരീക്ഷിച്ച് കാണിച്ചത് നമുക്ക് വേണ്ടിയാ, നമുക്ക് നന്നാകുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരെ ഒരുപാട് അഹങ്കരിക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. 5 നേരം നിസ്കരിച്ച് ഖുർആനോതി ദിക്റുകൾ പറഞ്ഞ് സലാത്തുകൾ പറഞ്ഞു അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചിരുന്ന പെണ്ണുങ്ങൾ മുഴുവനും അല്പ പണം കിട്ടി ഒരു 2 നില വീട് കെട്ടിക്കഴിയുന്നു. ഇന്ന് നിസ്സാരമുണ്ടോ? ഇന്ന് ഖുർആനോത്തുണ്ടോ? ഇന്നൊരു സലാത്തെങ്കിലും പറയാറുണ്ടോ? വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ ജീവിയുടെ പെണ്ണിലിരുന്ന് കരഞ്ഞ് ജീവിതം തുലയ്ക്കുന്ന പെണ്ണ് ഈ പള്ളിയുടെ മുന്നിലൂടെ നടന്നുപോയാൽ, ഈ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുന്ന സമയത്തുനിന്ന് കേറിയെത്തുന്ന 2 റക്അത്ത് നിസ്കരിക്കാൻ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഒരുപാട് അഹങ്കരിക്കല്ലേ. അല്ലാഹുവോട് നീ അഹങ്കാരം